Hello students, welcome to the class of operations of complex numbers. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്തെല്ലാം ഓപ്പറേഷൻസ് ആണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കാം. So suppose Z1 and Z2 are two complex numbers. Z1 equal to some x1 plus iy1 and Z2 equal to some x2 plus iy2 be two complex numbers. Be two complex numbers. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. Z1ഉം Z2. Z1 x1 പ്ലസ് i1 ആണ്, Z2 x2 പ്ലസ് iy2 ആണ്. ഇനി എങ്ങനെയാണ് ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, we are going to add these two numbers Z1 and Z2. Then it is denoted by Z1 plus Z2. How can we add Z1 plus Z2? ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെയും കറസ്പോണ്ടിങ് റിയൽ പാർട്ടും കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടുമാണ് ആഡ് ചെയ്യുന്നത്. ദറ്റ് ഈസ് x1 പ്ലസ് x2 പ്ലസ് i ഇൻറ്റു y1 പ്ലസ് y2. അപ്പോൾ എങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്? വി ഹാവ് ടു ആഡ് ദ കറസ്പോണ്ടിങ് റിയൽ പാർട്സ് അല്ലേ. x1 പ്ലസ് x2 ആയിരിക്കും Z1 പ്ലസ് Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട്. ആൻഡ് Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്താണ്? y1 പ്ലസ് y2 ആണ്. അപ്പോൾ ഇതേപോലെയാണെങ്കിൽ Z1 മൈനസ് Z2 എങ്ങനെയായിരിക്കാം? വിച്ച് ഈസ് x1 മൈനസ് x2 പ്ലസ് മൈനസ് x1 മൈനസ് x2 പ്ലസ് i ഇൻറ്റു പ്ലസ് ആണ് കേട്ടോ, പ്ലസ് i ഇൻറ്റു y1 മൈനസ് y2 വിൽ ബി ദ ഫോർമുല ഓർ സബ്ട്രാക്ഷൻ ഓഫ് Z1 ആൻഡ് Z2. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. Z1 ഇൻറ്റു Z2 എങ്ങനെ ചെയ്യും? വാട്ട് ഈസ് Z1? x1 പ്ലസ് iy1 ഇൻറ്റു വാട്ട് ഈസ് Z2? x2 പ്ലസ് iy2. ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? യൂഷ്വലി നമ്മൾ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെ എങ്ങനെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് x1 ഇൻറ്റു x2 x1 x2 പ്ലസ് i ഇൻറ്റു y1 x2 പ്ലസ് i ഇൻറ്റു x1 y2 പ്ലസ് i ഇൻറ്റു i, ദറ്റ് ഈസ് i സ്ക്വയർ y1 y2. So which is equal to x1 x2 is here, plus I is a common to these two numbers, so I can be taken outside. So we will get y1 x2 plus x1 y2 plus what is I square? I equal to root minus 1. അപ്പോൾ I square എത്രയാണ്? I square is minus 1. ഇത് മറക്കരുതേ. I equal to root minus 1, I square equal to minus 1. So what is I square? Minus 1 into y1 y2. സോ ഇനി ഐ ഉള്ള ടേംസും ഐ ഇല്ലാത്ത ടേംസും നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് x1 ഇൻറ്റു x2 മൈനസ് 1 ഇൻറ്റു y1 y2 മീൻസ് മൈനസ് y1 y2. ഇത് ഐ ഇല്ലാത്ത ടേംസ് പ്ലസ് ഐ ഉള്ള ടേംസ് ഏതൊക്കെയാണ്? ഇത് x1 y2 പ്ലസ് y1 x2. സോ ദിസ് ഈസ് Z1 ഇൻറ്റു Z2. അപ്പോൾ Z1 ഇൻറ്റു Z2 കാണാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കൂ. x1 ഇൻറ്റു x2 മൈനസ് y1 y2 പ്ലസ് i ഇൻറ്റു x1 y2 പ്ലസ് y1 x2. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് വീണ്ടും കിട്ടുന്നത് മറ്റൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇപ്പോൾ Z1 ഇൻറ്റു Z2 ചെയ്താൽ വി വിൽ അഗെയിൻ ഗെറ്റ് എ കോംപ്ലക്സ് നമ്പർ ഹൂസ് റിയൽ പാർട്ട് വിൽ ബി x1 x2 മൈനസ് y1 y2 ആൻഡ് ഇമാജിനറി പാർട്ട് ഈസ് x1 y2 പ്ലസ് y1 x2. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ദെൻ ഹൗ ക്യാൻ വി മൾട്ടിപ്ലൈ ടു കോംപ്ലക്സ് നമ്പർ? ഇപ്പോൾ Z1 ബൈ Z2 എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? Z1 ബൈ Z2. ഇനി ശ്രദ്ധിക്കുക, Z1 ബൈ Z2 ചെയ്യണമെങ്കിൽ ആദ്യം Z2 എന്താവണം? നോൺ സീറോ ആകണം. വി ക്യാൻ ഓൺലി ഡിവൈഡ് നമ്പേഴ്സ് ഓൺലി വെൻ ദേ ആർ നോൺ സീറോ അല്ലേ. നോൺ സീറോ ആകുന്ന നമ്പേഴ്സ് കൊണ്ടേ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ Z2 നോൺ സീറോ ആണെങ്കിൽ Z1 ബൈ Z2 കാണാം. Z1 നോൺ സീറോ ആണെങ്കിൽ Z2 ബൈ Z1 കാണാനായിട്ട് പറ്റും. സോ അസ്യൂം ദാറ്റ് Z2 is a non zero number, then you find out Z1 by Z2. How can you find out Z1 by Z2? Z1 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് iy1 ഡിവൈഡഡ് ബൈ Z2 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് iy2. ഓക്കെ, റെഡി. ദെൻ അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഡിവിഷൻ ചെയ്യാനായിട്ട് ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ കോൺജുഗേറ്റ് ഓഫ് ദ ഡിനോമിനേറ്റർ ബോത്ത് സൈഡ്സ്, ന്യൂമറേറ്റർ ബൈ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പോൾ താഴെയുള്ള ടേം ഏതാണ്? x2 പ്ലസ് iy2 ആണ്. വാട്ട് ഈസ് ദ കോൺജുഗേറ്റ് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ? x2 മൈനസ് iy2. ഇതായിരിക്കും ഈ താഴെ എഴുതിയിട്ടുള്ള ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ്.
ഈ കോൺജുഗേറ്റ് കൊണ്ട് ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ ഇത് തന്നെയാണല്ലോ നമുക്ക് കിട്ടുക. സോ വിച്ച് ഈസ് സെയിം. സോ ഐ മൾട്ടിപ്ലൈ conjugate of the denominator by numerator on the numerator and denominator. Okay, now we will get, you can multiply these two numbers, x1 plus iy1 into x2 minus iy2 divided by, what is this, x2 plus iy2 into x2 minus iy2. So this is of the form a plus b into a minus b. അങ്ങനെ എഴുതാം, x2 plus iy2 into x2 minus iy2. So which is equal to, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓർ യു വിൽ ഗെറ്റ്, നോക്കൂ, x1 y1 x2 y2, ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിയൽ പാർട്ടിൽ ഏതൊക്കെയാണ് വരണേ? x1 x2 y1 y2, x1 x2 y1 y2, പിന്നെയോ അവരുടെ കോമ്പിനേഷനും. അപ്പോൾ അതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ടത്? ഞാൻ x1 x2 മൈനസ് y1 y2, റൈറ്റ്, മൈനസ് y1 y2. അപ്പോൾ ഇവിടെ y1 ഇവിടെ y2. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, x1 പ്ലസ് i1 x2 പ്ലസ് iy2 ആണെങ്കിലാണ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ എങ്ങനെ വരും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, x1 ഇൻറ്റു x2 പ്ലസ് iy1 ഇൻറ്റു x2, ഉള്ള ടേംസ് അവസാനം എഴുതാം നമുക്ക്, പ്ലസ് iy1 മൈനസ് iy2. അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ്. ഓക്കെ, i ഇൻറ്റു i ഈസ് i സ്ക്വയർ y1 y2, പിന്നെ ഉള്ള ടേംസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് i ഇൻറ്റു y1 x2 പ്ലസ് മൈനസ് iy2 ഇൻറ്റു x1. അപ്പോൾ ഇതിന് ഇവിടെ പ്ലസ് വേണ്ട, മൈനസ് iy2 ഇൻറ്റു x1 ഹോൾ ഡിവൈഡഡ് ബൈ ദീസ് ടു ടേംസ്. ഈ രണ്ട് ടേംസ് നോക്കി, ഒന്ന് a പ്ലസ് ബി, ഒന്ന് a മൈനസ് ബി ഫോർമാറ്റിലാണുള്ളത്. സോ ബൈ ദാറ്റ് ഇക്വേഷൻ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഏതാണ്? x2 എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി ഇവിടെ ഏതാണ്? iy2 ആണ്, ബി സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, വാട്ട് വിൽ ഹാപ്പൻ, x1 x2, ഓക്കെ, മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് i സ്ക്വയർ? i സ്ക്വയർ ഈസ് -1. സോ i സ്ക്വയറിന് പകരം -1 കൊടുത്തു കഴിഞ്ഞാൽ -1 ഇൻറ്റു -1 പ്ലസ് 1 ആയി മാറും, ഇല്ലേ? ഇവിടെ ഒരു മൈനസ്, i സ്ക്വയറിന് മൈനസ്, അപ്പോൾ അത് പ്ലസ് ആയി y1 y2 ആയി. പ്ലസ് i ഇൻറ്റു i ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, സോ വി വിൽ ഗെറ്റ് y1 x2 മൈനസ് x1 y2 whole divided by x square minus I square is -1, minus of minus is +1, y x2 square y2 square. So this will be z1 by z2. അപ്പോൾ ഈ ഫോർമുലകൾ ശ്രദ്ധിക്കുക നിങ്ങൾ. എങ്ങനെയാണ് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്, നോൺ സീറോ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ള ഫോർമുലാസാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ആഡ് ടു കോംപ്ലക്സ് നമ്പേഴ്സ്, സബ്ട്രാക്ട് ടു കോംപ്ലക്സ് നമ്പർ, വി ക്യാൻ മൾട്ടിപ്ലൈ ടു കോംപ്ലക്സ് നമ്പേഴ്സ്, and at last we can divide two complex numbers. Okay, so these are the algebraic properties, algebraic operations in complex numbers. Okay, അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. Find the following if z1 is equal to 1 plus 3i and z2 equal to -2 plus 5i. Okay, so we have two complex numbers z1 and z2. First we find out what is z1 plus z2. ഇങ്ങനെയാണ് z1 plus z2 കണ്ടുപിടിക്കേണ്ടത്. ബൈ ഫോർമുല z1 plus z2 equal to x1 plus x2 plus i into y1 plus y2. ഓക്കെ, സോ എന്ത് ചെയ്യണം? രണ്ട് റിയൽ പാർട്ട് ആഡ് ചെയ്യണം, രണ്ട് ഇമാജിനറി പാർട്സും ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ്? z1ൻ്റെ റിയൽ പാർട്ട് 1 ആണ്, z2ൻ്റെ റിയൽ പാർട്ട് -2 ആണ്. സോ 1 - 2 പ്ലസ് i ഇൻറ്റു ഇവിടുത്തെ ഇമാജിനറി പാർട്ട് 3 ആണ്, ഇവിടെ ഇമാജിനറി പാർട്ട് ഈസ് 5. സോ ദിസ് വിൽ ബി 1 പ്ലസ് -2 പ്ലസ് i ഇൻറ്റു 3 പ്ലസ് 5. സോ വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 1 പ്ലസ് -2 -1, 5 പ്ലസ് 3 ഈസ് 8. സോ 8i -1 പ്ലസ് 8i എന്നാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. റെഡി. ഇനി z1 മൈനസ് z2 എത്രയായിരിക്കും? അപ്പോൾ ദാറ്റ് ഈസ് ബൈ ഫോർമുല x1 minus x2 plus I into y1 minus y2. This is the formula. So it is equal to, what is x1? 1.
What is x2? x2 is minus 2 plus I into ഇവിടെ എന്ത് വരും 3 minus 5 ശരിയല്ലേ? So which is equal to 1 minus minus 2, that is 1 plus 2, which is 3, plus 3 minus 2 is minus 2, 3 minus 5 is minus 2, so which will be minus 2i, 3 minus 2i. Okay, ഇനി എങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. z1 into z2, z1 is 1 plus 3i ആണ്, z2 is minus 2 plus 5i ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. 1 into minus 2, that is minus 2, plus I into 3 into minus 2, that is minus 6, plus 1 into 5i, 5i, plus 3 into 5 is 15, I into I is I square, that is equal to minus 2, I square is minus 1, അപ്പോൾ 15 into minus 1 will be minus 15, plus I can be taken outside, so this is 5 minus 6, അല്ലേ 5i minus 6i, so which will be equal to minus 17 minus I, so which is z1 into z2. I ഉള്ള ടേംസ് ഒരുമിച്ച് ചെയ്യുക, I ഇല്ലാത്ത ടേംസ് ഒരുമിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെ ഇത് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. z1 by z2. How can you find the z1 by z2? By formula, z1 by z2 is equal to x1 x2 plus y1 by 2 plus I into y1 x2 minus x1 by 2 divided by x2 square plus y2 square. This was our formula. So which is equal to, ഇവിടെ ചെയ്ത് നോക്കാം. What is x1? z1 ൻ്റെ ഫസ്റ്റ് ടേം ആണ് x1. x1 is 1. x2 നോക്കി ഇവിടെ minus 2 plus y1 by 2. y1 3 ആണ്, y2 5 ആണ്. So 3 into 5 plus I into y1 x2. y1 x2. y1 is here 3. x2 is here minus 2. y-ഉം x എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? z1 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് y1 ആയിരിക്കും. ഞാൻ ഇവിടെ എഴുതാം സൈഡിൽ. z1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 3i ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ x1 എത്രയാണ്? 1 ആണ്. y1 എത്രയാണ്? 3 ആണ്. ഇതാണ് x1, ഇതാണ് y1. z2 എന്ന് പറഞ്ഞാൽ മൈനസ് 2 പ്ലസ് 5y ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് x2 എത്രയാണ്? മൈനസ് 2 ആണ്. y2 എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് അനുസരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ I ഇൻറ്റു y1 x2. y1 is 3, x2 is minus 2, so 3 into minus 2 minus x1 by 2, x1 is 1, y2 is 5, 1 into 5, whole divided by x2 square plus y2 square, x2 is minus 2 square, y2 is 5, that is 5 square. So you will get minus 2 plus 15 plus I into minus 6 minus 5 divided by 4 plus 25, that is 13 plus minus 11 into I, so I will write minus 11I divided by 29, or I can write 13 by 29 minus 11 by 29I. So this is z1 by z2. Similarly, you can find out z2 by z1 also. z2 by z1 നിങ്ങൾ കണ്ടുപിടിക്കാം. ദിസ് ഇസ് എ ഹോംവർക്ക്. ഓക്കെ, റിവേഴ്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സോ ദാറ്റ് വി ഹാവ് z1 ഈക്വൽ ടു 1 പ്ലസ് 3i ആയിരുന്നു, z2 ഈക്വൽ ടു മൈനസ് 2 പ്ലസ് 5i ആയിരുന്നു. ദഫോർ z1 പ്ലസ് z2 നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് 1 പ്ലസ് 8i ആണ്. തൊട്ട് മുമ്പിൽ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇത് ഞാൻ കുറച്ചുകൂടി സെഡ് ബാർ എന്ന് പറയുന്ന കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് z1 ഇതാണെങ്കിൽ z1 ബാർ എത്രയായിരിക്കും പറയൂ? z1 ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോൺജുഗേറ്റ് ഓഫ് z1 എന്താണ്? ഐയുടെ ടേംസിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യണം. സോ ദാറ്റ് വിൽ ബി 1 മൈനസ് 3i. സോ z2 ബാർ എത്രയായിരിക്കും? z2 ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് 2 അതുപോലെ തന്നെ എഴുതുക. ഐയുടെ ടേമിന് മാത്രമേ സൈൻ ചേഞ്ച് കൊടുക്കേണ്ടതുള്ളൂ. സോ ദാറ്റ് വിൽ ബി മൈനസ് 5i ആണ്. ഓക്കെ, ദെൻ നിങ്ങൾ z1 പ്ലസ് z2 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൈനസ് 1 പ്ലസ് 8i ആണ്. വാട്ട് ഈസ് z1 ബാർ പ്ലസ് z2 ബാർ എത്രയാണെന്ന് നോക്കൂ. z1 എന്ന് പറഞ്ഞാൽ ഇതാണ്. z1 ബാർ ഈസ് 1 മൈനസ് 3i പ്ലസ് z2 ബാർ ഈസ് മൈനസ് 2 മൈനസ് 5i ആണ്. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത്? റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യണം, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യണം. റിയൽ പാർട്ട് പറഞ്ഞേ ഇവിടെ 1 ആണ്, ഇവിടെ മൈനസ് 2 ആണ്. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് മൈനസ് 2 പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട്സ് ആഡ് ചെയ്യണം. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് മൈനസ് 3 ആണ്, പ്ലസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് മൈനസ് 5 ആണ്. സോ വാട്ട് വിൽ ബി ഗെറ്റ്? വി ഗെറ്റ് 1 പ്ലസ് മൈനസ് 2 ഈസ് മൈനസ് 1, മൈനസ് 3 മൈനസ് 5 ഈസ് മൈനസ് 8. സോ മൈനസ് 1 മൈനസ് 8i ആണ് നമുക്ക്
കിട്ടുന്നത്. ഓക്കെ, -1 -8i ആണ് നമുക്ക് കിട്ടുന്നത്. എന്ത്? Z1 ബാർ പ്ലസ് Z2 ബാർ. ഓക്കെ, ഇനി Z1 പ്ലസ് Z2 എന്ത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്? തൊട്ട് മുമ്പിൽ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ -1 പ്ലസ് 8i എന്ന് കിട്ടുന്നുണ്ട്. സോ ഇവിടെ നിന്ന് Z1 പ്ലസ് Z2ൻ്റെ ഹോൾ ബാർ, Z1 പ്ലസ് Z2 പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പറാണ്, അതിൻ്റെ കോൺജുഗേറ്റ് എന്താ കിട്ടുക? Z1 പ്ലസ് Z2 ഹോൾ ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ മാത്രം കോൺജുഗേറ്റ് ആണ്. ഇതിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെയാണ് കാണേണ്ടത്? ഇതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ മാത്രം ചേഞ്ച് ചെയ്യണം. സോ യു വിൽ ഗെറ്റ് -1. അതുപോലെ തന്നെ എഴുതാം പ്ലസ് 8i വിൽ ബി ചേഞ്ച്ഡ് ടു -8i എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, Z1 പ്ലസ് Z2 ഹോൾ ബാർ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ നമ്പറും Z1 ബാർ പ്ലസ് Z2 ബാർ കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ നമ്പറും സെയിം അല്ലേ? നോക്കൂ, -1 -8i -1 -8i. സോ ദീസ് ആർ സെയിം, അല്ല ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? Z1 പ്ലസ് Z2 ചെയ്തിട്ട് നിങ്ങൾ കോൺജുഗേറ്റ് കണ്ടാലും അല്ല Z1 ബാറും Z2 ബാറും ഫൈൻഡ് ഔട്ട് ചെയ്ത് സമ്മപ്പ് ചെയ്താലും സെയിം വാല്യൂ ആണ് കിട്ടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ Z1 പ്ലസ് Z2 ഹോൾ ബാർ ഈക്വൽ ടു Z1 ബാർ പ്ലസ് Z2 ബാർ. സോ വിച്ച് ഈസ് one important property of conjugate and the operation. ഇനി സെക്കൻഡ് വൺ നോക്കാം നമുക്ക്. Z1 Z2 ഇത് തന്നെയാണ്. Z1 ബാറും Z2 ബാറും നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് Z1 ബാർ മൈനസ് Z2 ബാർ? എത്രയാണ് വരണം നോക്കൂ. Z1 ബാർ മൈനസ് Z2 ബാർ എന്ന് പറഞ്ഞാൽ 1 - 3i -2 - 5i ആണ്. എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്? റിയൽ പാർട്ട് മൈനസ് ചെയ്യണം ആദ്യം. അപ്പോൾ 1 -2 പ്ലസ് i ഇൻറ്റു ഇമാജിനറി പാർട്ട് മൈനസ് ചെയ്യണം. ഇവിടെ -3 ആണ് ഇമാജിനറി പാർട്ട്, മൈനസ് ഇത് ഫോർമുലയിലെ മൈനസ് ആണ്, ഇവിടുത്തെ ഇമാജിനറി പാർട്ട് -5 ആണ്. സോ വിച്ച് വിൽ ബി 1 - -2 ഈസ് 1 + 2 ദാറ്റ് ഈസ് 3. ഇവിടെ -3 മൈനസ് ഓഫ് മൈനസ് വിൽ ബി പ്ലസ് 5 - 3 ദാറ്റ് ഈസ് 2. അപ്പോൾ 3 + 2i ആയിരിക്കും Z1 ബാർ മൈനസ് Z2 ബാർ നമുക്ക് കിട്ടുന്നത്. ഇനി Z1 മൈനസ് Z2 നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതുക. സോ Z1 മൈനസ് Z2 നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 3 - 2i ആണ്. Therefore Z1 മൈനസ് Z2ൻ്റെ കോൺജുഗേറ്റ് എന്താണ്? ഹോൾ കോൺജുഗേറ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം കോൺജുഗേറ്റ് കാണുന്നതാണ്. അത് എത്രയാണ് വരിക? 3 - 2iൻ്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 3 അതുപോലെ എഴുതുക, ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്തു, 3 + 2i ആണ്. ഇത് രണ്ടും സെയിം അല്ലേ? യെസ്. സോ ഫ്രം ഹിയർ ഐ ക്യാൻ റൈറ്റ് Z1 മൈനസ് Z2 ദ ഹോൾ ബാർ ഈക്വൽ ടു Z1 ബാർ മൈനസ് Z2 ബാർ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് കോൺജുഗേറ്റ്സ്. ഇത് ഞാനിവിടെ ചെയ്യാത്തത് ഓൾറെഡി തൊട്ട് മുമ്പിൽ നമ്മൾ സോൾവ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ ഇവിടെ എഴുതാതിരുന്നത് അതിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, നൗ സിമിലർലി ഫോർ ദ പ്രോഡക്റ്റിനെ നമുക്ക് നോക്കാം. തേർഡ് വൺ എന്തായിരുന്നു? Z1 × Z2 നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് -17 - i ആയിരുന്നു കേട്ടോ. Z1 × Z2 ഈസ് ഓൾറെഡി ഡിറൈവ്ഡ്, ദാറ്റ് ഈസ് -17 - i ആണ്. ദെൻ വാട്ട് ഈസ് Z1 ബാർ × Z2 ബാർ? What is Z1 bar? ഇവിടെ നോക്കൂ, 1 - 3i ഇൻറ്റു വാട്ട് ഈസ് Z2 ബാർ? -2 - 5i. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫോർമുല എന്തായിരുന്നു? x1 × x2, അതായത് റിയൽ പാർട്സ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × -2 -2 മൈനസ് റിയൽ പാർട്സ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ -3 -5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 15 ആണ് കിട്ടുക. സോ -2 - 15 പ്ലസ് i ഇൻറ്റു 1 × -2 is -2 plus -3 × 2 is -2 is 6, that you will get -17. ഇവിടെ ഐയുടെ ടേംസ് വരുന്നത് ഏതൊക്കെയാണ് നോക്കൂ. ഇവിടെ ഐയുടെ ടേംസ് വരുന്നത് -5i × 1 ആണ്. സോ ഹിയർ ഇറ്റ് ഈസ് -5 ആണ് വരിക. 6 - 5 is 1 ആണ്. സോ +1i എന്നായിരിക്കും കിട്ടുക. ദിസ് ഈസ് Z1 ബാർ × Z2 ബാർ ആണ് ഇത്. സോ Z1 Z2 ഈസ് -17 - i. ദെൻ വാട്ട് ഈ Z1 × Z2 ഹോൾ ബാർ എത്രയാണ്? അത് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാർ എത്രയാണ്? -17 ഈസ് ഹിയർ. ഇവിടെ സൈൻ ചേഞ്ച് ചെയ്യണം. -i ആകുമ്പോൾ ഇപ്പോഴത്തെ വരുമ്പോൾ +i ആയിരിക്കും കിട്ടുന്നത്. സോ Z1 × Z2 ഹോൾ ബാർ ഈസ് സെയിം ടു Z1 bar × Z2 bar. Therefore, I can write Z1 × Z2 the whole bar equal to Z1 bar Z2 bar × Z2 bar. അപ്പോൾ കോൺജുഗേറ്റ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷനിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സിമിലർലി Z1 / Z2 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? ദാറ്റ് വാസ് 13/29 - 11/29i ആയിരുന്നു.
Therefore, ഇതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? Z1/Z2 എന്ന് കിട്ടിയിരിക്കുന്നതിൻ്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും? Its conjugate will be 13/29. Here sign will be changed. Plus 11/29i. Okay. Then we have Z1 bar. Z1 bar is 1 minus 3i. Z2 bar is minus 2 minus 5i. You find out Z1 bar by Z2 bar, and that will be also same to 13/29/21 11/29i. So that I can say Z1 by Z2 whole bar will be same to Z1 by Z1 bar by Z2 bar. So which is the fourth property of conjugates. Okay. Now we have some more properties. നോക്കൂ, if z is equal to x plus iy, z എന്ന് പറയുന്നത് ഞാനൊരു എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എടുത്തു, ജനറൽ ടേം ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ സെഡ് ബാർ എന്തായിരിക്കും? ദെൻ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും. എക്സ് മൈനസ് ഐ വൈ. ഓക്കെ. ദെൻ വാട്ട് ഈസ് സെഡ് പ്ലസ് സെഡ് ബാർ? രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് വരും? എക്സ് പ്ലസ് ഐ വൈ പ്ലസ് എക്സ് മൈനസ് ഐ വൈ. ഇത് എത്രയാണ് വരിക? എങ്ങനെ ആഡ് ചെയ്യുന്നത്? റിയൽ പാർട്ട് ആഡ് ചെയ്യുന്നു പ്ലസ് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ റിയൽ പാർട്ട് ഇവിടെ ഏതാണ്? എക്സ്. ഇവിടെ റിയൽ പാർട്ട് ഏതാണ്? എക്സ്. സോ എക്സ് പ്ലസ് എക്സ് ആവും. പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യണം. ഇമാജിനറി പാർട്ട് ഇവിടെ എത്രയാണ്? വൈ. പ്ലസ് ഇവിടെ എത്രയാണ് ഇമാജിനറി പാർട്ട്? വെറും ഐ അല്ല, മൈനസ് ഐ ആണ്. മൈനസ് ഐ. സോ എന്താ വരിക നോക്കുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് ഈസ് 2x പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് വൈ 0. അപ്പോൾ ഐ ഇൻറ്റു 0 0. സോ യു വിൽ ഗെറ്റ് 2x. അപ്പോൾ സെഡ് പ്ലസ് സെഡ് ബാർ ചെയ്യുമ്പോൾ വി ഗെറ്റ് 2x. വാട്ട് ഈസ് എക്സ്? എക്സ് എന്താണ് ഇവിടെ? വേർ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ്, ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ആണ്. ശരിയല്ലേ? സോ എക്സിന് പകരം എനിക്ക് എന്ത് എഴുതാം? റിയൽ പാർട്ട് ഓഫ് സെഡ് എന്ന് എഴുതിക്കൂടെ? സോ വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് സെഡ്. ദെർഫോർ ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെഡ്. സോ വിച്ച് ഈസ് എ ഫോർമുല. സെഡ് പ്ലസ് സെഡ് ബാർ ഒരു കോംപ്ലക്സ് നമ്പറും അതിൻ്റെ കോൺജുഗേറ്റും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ട്വൈസ് ദ റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇനി സെഡ് മൈനസ് സെഡ് ബാർ ചെയ്താൽ എന്താ വരിക നോക്കാം. എക്സ് പ്ലസ് ഐ വൈ മൈനസ് എക്സ് മൈനസ് ഐ വൈ അല്ലേ? എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്? റിയൽ പാർട്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യണം ആദ്യം. എക്സ് മൈനസ് എക്സ്, ഇതാണ് റിയൽ പാർട്ടുകൾ തമ്മിൽ മൈനസ് ചെയ്തു. പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ മൈനസ് ചെയ്യണം. ഇനി ഇവിടുത്തെ ഇമാജിനറി പാർട്ട് വൈ ആണ്, മൈനസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എത്രയാണെന്ന് നോക്കൂ, മൈനസ് വൈ ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വിൽ ബി 0 പ്ലസ് ഐ ഇൻറ്റു വൈ മൈനസ് മൈനസ് വൈ, ദാറ്റ് ഈസ് വൈ പ്ലസ് വൈ 2y എന്ന് കിട്ടും. സോ നമുക്ക് എന്താ വരുന്നത്? 2i ആണ്. y എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? y can be written imaginary part of z. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. സോ സെഡ് മൈനസ് സെഡ് ബാർ, ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഡിവൈഡഡ് ബൈ 2 ഐനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഐ ഈക്വൽ ടു ഇമാജിനറി പാർട്ട് ഓഫ് സെഡ്. So when you subtract the conjugate of a complex number from a complex number and it is divided by 2i will be equal to imaginary part of z. So these are two important equations in complex numbers, equation 1 and equation 2, very important. കുറേ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് ഈ രണ്ട് ഐഡൻറ്റിറ്റീസും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിനെയും അതിൻ്റെ കോൺജുഗേറ്റിനെയും ആഡ് ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, മൈനസ് ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക നോക്കാം. സെഡ് ഇൻറ്റു സെഡ് ബാർ, സെഡ് ബാർ കേട്ടോ. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ, സെഡ് ബാർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് ഐ വൈ. മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ എക്സ് മൈനസ് എക്സ് ഐ വൈ, ഓക്കെ, മൈനസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ. സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നോക്കിയാൽ പ്ലസ് ഐ വൈ എക്സും മൈനസ് എക്സ് ഐ വൈയും ക്യാൻസൽ ചെയ്ത് പോകും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്, -1 ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, കാരണം ഐ സ്ക്വയറുടെ വാല്യൂ -1 ആണ്. സോ സെഡ് ഇൻറ്റു സെഡ് ബാർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ സെഡ് ബാർ ക്യാൻ ബി റിട്ടൺ, വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഞാൻ ഇങ്ങനെ എഴുതി, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സ്ക്വയർ.
അപ്പോൾ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്തിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെ നമുക്ക് കിട്ടില്ലേ. അപ്പോൾ അതിന് ഇങ്ങനെ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. സോ സെഡ് ഇൻറ്റു സെഡ് ബാർ ക്യാൻ ബി റിട്ടൺ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഫോർമുല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതെ, ഇത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മോഡുലസ് കാണാനുള്ള ഫോർമുലയാണ്. മോഡ് സെഡിൻ്റെ ഫോർമുലയാണ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതിന് പകരം എനിക്ക് എന്തെഴുതാം? സെഡ് ബാർ ഈക്വൽ ടു മോഡ് സെഡ് എന്ന് എഴുതാം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരമായിട്ട്. പിന്നെ ഈ സ്ക്വയർ ഇവിടെ കാണും. സോ മോഡ് സെഡ് സ്ക്വയർ ഈസ് സെഡ് ബാർ. ഇതും ഓർത്ത് വെക്കേണ്ട ഫോർമുലയാണ്. മോഡ് സെഡ് സ്ക്വയർ ഈക്വൽ ടു സെഡ് ബാർ. Or I can write mod z is equal to root of z bar. ഇങ്ങനെയും എഴുതാം. സ്ക്വയർ അങ്ങോട്ട് പോയപ്പോൾ റൂട്ടായി. മോഡ് z can be written root of z bar. Okay.